ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നുള്ളത് ബ്രൗണി സലൂണിലാണ്. എന്തിനാന്ന് വെച്ചാൽ സ്മൂത്തനിങ് ചെയ്യണോ ബൊട്ടോക്സ് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനിൽ വന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ചു ബൊട്ടോക്സ് വേണ്ട, സ്മൂത്തനിങ് മതിയെന്ന്. കാരണം ബൊട്ടോക്സിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. അത്രയും കാശ് ഇപ്പം നമ്മുടെ കയ്യിലില്ല. കാശ് പണം തൊട്ട് മണി അതൊരു പ്രോബ്ലം തന്നെയാണല്ലോ. 3 വർഷം മുമ്പ് ഞാൻ സ്മൂത്തനിങ് ചെയ്തുകൊണ്ട് ബൊട്ടോക്സ് ആയിരുന്നു നല്ലത് ഹെയറിന്. പക്ഷേ കാശിൻ്റെ കാരണം ഞാൻ വിചാരിച്ചു പിന്നീട് ബൊട്ടോക്സ് ചെയ്യാം, ഇപ്പോൾ സ്മൂത്തനിങ് മതിയെന്ന്. അങ്ങനെ അവർ ഹെയറൊക്കെ വാഷ് ചെയ്ത് അവരവരെ പണി തുടങ്ങി കേട്ടോ. ഓരോ പ്രിപ്പറേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് കട്ട പോസ്റ്റാണ്, നല്ല കഴുത്ത് വേദനിക്കാൻ തുടങ്ങി. കാരണം 3-4 മണിക്കൂറുണ്ട് ഈ ഒരു ഇരിപ്പ്. അതിൻ്റെ ഇടയിൽ ഡിങ്കു നല്ല കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ അവനെ മടിയിലിരുത്തിയിട്ടാണ് ബാക്കിയുള്ള യുദ്ധങ്ങൾ നടന്നത്. പക്ഷെ അവൻ നന്നായി സഹകരിച്ചു കേട്ടോ. പിന്നെ അവരിങ്ങനെ ഹെയർ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ അവരുടേതായിട്ട് പണികൾ. അതിൻ്റെ ഇടയിൽ ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു ഗൈസ്. അപ്പോൾ അവരെനിക്കൊരു കാപ്പി കൊടുന്നു തന്നു. ആ കാപ്പിയും കുടിച്ചിട്ട് വീണ്ടും ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്, എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, 3 കൊല്ലം മുമ്പ് ചെയ്തത് കണ്ടതാണല്ലോ. ആദ്യത്തെ കുറച്ച് ദിവസം ഭയങ്കര ചപ്പിളി പൊക്കിളി മുഖമായിരിക്കും, കുറച്ച് ദിവസം കഴിയും സെറ്റാവാൻ. പക്ഷെ എന്നാലും എക്സൈറ്റ്മെൻറ്റ് ടുൻ ടു ടുൻ ടു ടുൻ ടുൻ ടു ടുൻ ടുൻ. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ സ്റ്റേജിലേക്ക് എത്താറായി. പിന്നെ ഒരു കാര്യം, ഇവിടുത്തെ ആംബിയൻസ് സൂപ്പറാണ് കേട്ടോ ഗൈസ്. നമുക്ക് ഉള്ളിലിരുന്നാൽ തന്നെ പുറത്തത്തെ വ്യൂ നന്നായി കാണാൻ പറ്റും. നല്ല സെറ്റപ്പാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും എന്താ വെയിറ്റിങ്. ആ ചേട്ടനും ഡിങ്കും ഭയങ്കര കമ്പനി. കാരണം ആ ചേട്ടൻ പറയുന്നത് ഡിങ്കുവിനും, ഡിങ്കു പറയുന്നത് ആ ചേട്ടനും അറിയില്ലല്ലോ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ പിന്നെ ആ വഴിക്കൊന്നുമില്ലേ. അങ്ങനെ നമ്മൾ നമ്മുടെ ഫൈനൽ സ്റ്റേജിലെത്തി. ഇതാ എങ്ങനെയുണ്ട് ഗൈസ്, സൂപ്പറായില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.